കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ക്രിസ്മസ് വരുന്നതിന് മുമ്പ് ക്രിസ്മസ് പാപ്പ വന്നാ ഇങ്ങോട്ട് ഇവിടെയോ? ആ ഇങ്ങോട്ടല്ലേ? നീ എന്തോന്നാടി പെങ്കൊച്ചെ മൂത്ത് വാരി തേച്ച് വെക്കുന്നത്? അച്ഛന്റെ ഷേവിംഗ് ക്രീമാ? അച്ഛൻ എന്നെ താടി വളർത്തുമല്ല, അച്ഛൻ ഷേവിംഗ് ക്രീമിനൊന്നും ആവശ്യമില്ല. ചേച്ചി, ഇതാണ് ഫോം ഫേഷ്യൽ. എന്ന് വെച്ചാ ചേച്ചിക്ക് ചെന്നൈയിലൊക്കെ പോയി ചേച്ചിക്ക് അതൊന്നും അറിഞ്ഞൂടെ ചേച്ചി? ഓടി, ഞാൻ ചെന്നൈ പോണ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ. എന്റെ പൊന്നു വെച്ചാൽ നീ മുഖത്ത് ഓരോ വാരി തേച്ചിട്ട് പൊള്ളിക്കരുത് മുഖമൊന്നും. ചേച്ചി, നമ്മൾ ചെറുപ്പത്തിലേ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം, എന്നാലാണ് വലുതായ നല്ല സുന്ദരിയാവത്തുള്ളൂ. മനസ്സിലായോ? അച്ഛമ്മേനൊക്കെ കണ്ടില്ലേ? അച്ഛമ്മക്ക് കുറെ പ്രായമായി, പക്ഷെ സുന്ദരിയായിരിക്കുന്നില്ലേ? എടി പതുക്കെ പറയടി, അച്ഛമ്മ കേട്ടേന്നെങ്കിൽ അത് മതി. ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്തുവാ, വേറെ വല്ല തേച്ച് പിടിപ്പിക്കാനുണ്ടോ? അതിങ്ങി കടുക്കുമ്പോ മതി, ഇപ്പൊ വേണ്ട. ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നില്ല, ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? വാഷ് ബേസ് അല്ലേ? എനിക്ക് ഈ വാഷ് ബേസ് കഴുകിയാ പോരെ? അത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് ഇവിടുത്തെ അല്ലേ? അല്ലേ, ദേ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യില്ലല്ലോ ചേച്ചി. വർക്ക് ചെയ്തില്ലേ? ആ, എന്നാ നേരെ വിട്ടോ. ഇവിടെ ആരുമില്ലേ? ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തിട്ട് ഇവിളിതെവിടെ പോയി? വെള്ളം തിളച്ചല്ലോ. എന്തിനാണ് അച്ഛ കിടന്ന് അലറുന്നത്? നീ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നീ ഇതങ്ങോട്ട് പോയത്? വെള്ളം തിളച്ചോ? അച്ഛനൊരു ഇത്തിരി തേയിലപ്പൊടി ഇതിനകത്തോട്ട് ഇട്ടാൽ എന്താ? അല്ല, നീ ഇത് വെച്ചിട്ട് എങ്ങോട്ട് പോയെന്നാ ചോദിച്ചത്? അത് എന്റെ കൂട്ടുകാരി റഹ്മത്ത് വിളിച്ചായിരുന്നു, ഞാൻ അവളോട് സംസാരിച്ചങ്ങ് പോയതാ. ആര്? എന്റെ കൂട്ടുകാരി അച്ഛാ, ബാദുഷയുടെ അവിടെ വർക്ക് ചെയ്തിരുന്നില്ലേ എന്റെ കൂടെ? ആ റഹ്മത്ത്, അവള് വിളിച്ചായിരുന്നു. അവളെന്തിനാ ഇപ്പൊ വിളിച്ചത്? അതൊരു ചെറിയ പ്രശ്നമാണ്, അവളിങ്ങോട്ട് വരുന്നുണ്ട്. ബെസ്റ്റ്. ഇവിടെ ഉള്ളവരുടെ പ്രശ്നം തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു പ്രശ്നമുണ്ട് ഒരുത്തി ഇങ്ങോട്ട് കയറി വരുന്നത്. അവള് 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ടാ വരുന്നത്. ഇവിടെ നിൽക്കരുതെന്ന് സത്രോ? അത് അവളുടെ ബന്ധുവിന്റെ വീട് വല്ലതുമാണോ ഇത്? അല്ല അച്ഛാ, അവളെ അവളുടെ കെട്ടിയും വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നാ പിന്നെ അവളുടെ വല്ല ഹോസ്റ്റലിലെങ്ങനെ പോയി നിൽക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. അല്ല, അവളെന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറ. അച്ഛനൊന്ന് സമാധാനപ്പെടും. അച്ഛൻ പുട്ടിന്റെ ഇടയിൽ തേങ്ങ ഇടുന്നത് പോലെ ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ടിരുന്നാ ഞാൻ എങ്ങനെ പറയാൻ വേണ്ടിട്ടാ? അപ്പൊ പുട്ടിന് എന്താ തേങ്ങ വേണ്ടേ? തേങ്ങ വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നീ എന്റെ അടുത്ത് തേങ്ങ പോയിച്ചോണ്ടിരാൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ തേങ്ങയായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. തേങ്ങ വേണ്ടെങ്കിൽ അന്നേരം പറയണ്ടായിരുന്നു തേങ്ങ വേണ്ടത്. പിന്നെ എന്റെ തലയിലടിച്ച തേങ്ങ പൊട്ടി പോലടി. ദൈവമേ, അച്ഛൻ എങ്ങനെ സഹിച്ചാ അമ്മ ഇത്രയും വർഷം? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, സമാധാനത്തിൽ കേൾക്കാൻ പറ്റുമോ? ഞാൻ സമാധാനപ്പെട്ട് കേൾക്കാം. മിണ്ടരുത്. അതായത് അവളുടെ കെട്ടിയോൻ്റെത് ഒരു കൂട്ടുകുടുംബമാണ്. ഇവള് കൂട്ടുകുടുംബത്തിലൊന്നും നിന്നിട്ടില്ല. അപ്പൊ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അവളെ അവിടുന്ന് പുറത്താക്കിയത്. അപ്പൊ അവൾ ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് കൂട്ടുകുടുംബത്തിൽ എങ്ങനെ ജീവിക്കാം, പെരുമാറാം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാം. കൂട്ടുകുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ മാതൃകാപരമായ ഒരു കുടുംബമാണല്ലോ നമ്മളത്. എടി, അവളെ ഇപ്പൊ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാത്രമേ അടിച്ചിറക്കി വിട്ടുള്ളൂ. അവൾ ഇവിടെ നിന്നാണ് കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും അവളെ കയറ്റത്തില്ല. അതെന്ത് ടോക്കാച്ചാ? നമ്മുടെ നല്ല അടിപൊളി കുടുംബമല്ലേ? പിന്നെ നല്ല അടിപൊളി കുടുംബം. അയ്യോ, എന്തൊക്കെയാണേലും അവള് വരുമെന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ഇനി ചേട്ടനോട് എന്ത് പറയുമെന്ന് പറഞ്ഞു. ഉത്തമന്റെ സ്വഭാവം നിനക്കറിയില്ല. അവന് പണ്ടേ ഈ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അല്ല, ഇനി അവക്ക് ഈ പാചകം വല്ലതും അറിയാമോ? അതൊക്കെ പഠിക്കാനാണല്ലോ വരുന്നത്, അതുകൊണ്ടാണല്ലോ കൂട്ടുകുടുംബത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞ അവക്ക് ഇവിടെ ഉള്ളവർ എന്തെങ്കിലും ഉണ്ടാക്കി വച്ച് വിളമ്പി കൊടുക്കണം. ഹായ്, റഹ്മത്ത് വിളിക്കുന്നു. 100 ഐസ. ഹലോ. ആടി ഇല്ലില്ല, ഞാൻ തിരക്കായിരുന്നു. അതെ, പിന്നെ നിനക്ക് ബിരിയാണി ആക്കാൻ അറിയായിരിക്കോ? ഇല്ല അല്ലേ? ഒന്നുമില്ല, ഇവിടെ അച്ഛന് നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയാം. അപ്പൊ അച്ഛൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. നിനക്ക് ആണല്ലേ? ആ ശരി. ഇല്ല, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആ ഓക്കെ. കുഴിമന്തി ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാറുണ്ടല്ലോ. അതിൽ നല്ലത് എന്റെ കുഴി വെട്ടുന്നതല്ലായിരുന്നു. ഇത് തിളയ്ക്കാനായിട്ടുണ്ട്. അതൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് എനിക്ക് കൊണ്ട് തരണം. എനിക്ക് നല്ല തലവേദന. ഞാൻ ചേട്ടനൊന്നും ഞാൻ ചായ ഇടണോ? പിന്നല്ലാതെ. മക്കളെ, നീ ഇത് മുഖത്ത് എന്തോന്ന് വരുത്താൻ നോക്കണേ? അച്ഛ, ഇതാണ് ഫേഷ്യൽ എക്സസൈസ്. നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള എളുപ്പ വഴി. അച്ഛനും വേണമെങ്കിൽ ചെയ്തു നോക്കൂ, അടിപൊളിയായിരിക്കും അച്ഛനെ കാണാൻ. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ അച്ഛൻ്റെ അത്ര അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ലെന്നാണ് കുടുംബക്കാര് പറയണേ.
ഇനി ഇതും കൂടെ ചെയ്തിട്ടേ അച്ഛന് സൗന്ദര്യം കൂടിയാ ചിലപ്പോ നിന്റെ അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്ത് സൗന്ദര്യ പിണക്കം തോന്നിയാല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛനില്ലേ ആറ്റിറ്റ്യൂഡ് ഒന്ന് കേട്ടിട്ടുണ്ടോ? ആറ്റിറ്റ്യൂഡിന്റെ കാലായിപ്പം. നീ ഇതെന്തോന്ന് ചുണ്ടിൽ വാരി തേക്കണ മക്കളെ? നീ എന്തോന്ന് ചുണ്ടിൽ വാരി തേക്കണത്? ലിപ്സ്റ്റിക്. ഇത് 1 മാസത്തേക്ക് ഉള്ളതുണ്ടല്ലോ ഇത്. നീ എന്തിനുള്ള പരിപാടിയാണ്? എന്റെ ലുക്കും സ്റ്റൈലൊക്കെ എനിക്ക് മാറ്റണം. ഇപ്പോഴുള്ള ലുക്കിന് എന്താണ് കുഴപ്പം? ഇപ്പത്തെ ലുക്ക് എനിക്ക് ഇഷ്ടമല്ല. അതെന്തോന്ന്? ഇത് ഗ്ലോയിങ് ക്രീം അച്ഛാ. ഇത് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ സ്കിന്ന് പളപ്പളാന്ന് തിളങ്ങും. നാളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കണ്ടാൽ ഞെട്ടും. ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അമ്മ ഇസ് ദ ഗ്രേറ്റ്. നിന്റെ അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഉള്ളതെല്ലാം കൂടെ വാരി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് തരാണ് അല്ലേ? അല്ല വരട്ടെ, ഞാൻ ചോദിക്കാല്ല. അച്ഛോ പ്ലീസ് അച്ഛാ ചോദിക്കില്ലേ. എന്റെ ബ്യൂട്ടി പാർലർ അടയ്ക്കും. ബ്യൂട്ടി പാർലർ അടപ്പിക്കണം മക്കളെ. ഇത് കൊണ്ടുപോയി സോപ്പിട്ട് കഴുകിക്കള. ഇതൊന്നും സ്കിന്നിന് നല്ലതല്ല. സ്കിന്നിന് നല്ലതല്ലെന്ന്. സോറി അച്ഛാ പ്ലീസ് 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 വേണ്ട. പ്ലീസ് അച്ഛാന്ന്. നാച്ചുറൽ ആണ് നല്ലത്. കൊണ്ടുപോയി കഴുകിക്കള. ചെല്ല് അവളുടെ സ്കിന്ന് പോയി കഴുകിക്കളയടി അങ്ങോട്ട്. പിള്ളേരെ മുമ്പിൽ നിന്ന് ഓരോന്നൊക്കെ വാരി തേച്ച്. ചേട്ടാ, ആ അയ്യോ ചേട്ടാ ഉറങ്ങാൻ പോവാണോ? ഒട്ടും വയ്യ മക്കളെ. അഡ്മിറ്റ് ആവേണ്ടി വരുന്നാണ് തോന്നുന്നത്. നാത്തൂന് സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് വിട്ടിട്ട് ചേട്ടന്റെ ഓരോ ഉടായിപ്പുകൾ. നീ വായി തോന്നുന്നു വിളിച്ച് പറയല്ലേ. എനിക്ക് ഒട്ടും വയ്യാത്തോണ്ട് ഞാൻ പോയില്ല. അതല്ല ഇന്ന് അവധിയല്ലേ? അതെ, ഈ ബാദുഷ സാറിന്റെ വീട്ടില് ഓഫീസില് ഞാൻ പണിക്ക് പോയത് ഓർമ്മയുണ്ട്. ഓ എന്തൊരു നല്ല ദിവസങ്ങളായിരുന്നു അല്ലേ. അതിനകത്ത് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ, റഹ്മത്ത്. ചേട്ടൻ പാവം ഒരു പൊട്ടി വെങ്കച്ച്. അച്ഛൻ പറഞ്ഞായിരുന്നു, അച്ഛന് പറഞ്ഞായിരുന്നു കാര്യങ്ങള്. അത് നടക്കൂല മക്കളെ. ആ കൊച്ചു ഇവിടെ നിക്കണ കാര്യല്ലേ. ഞാൻ ഫോൺ അങ്ങോട്ട് താഴെ വെച്ചതേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞു. എന്റെ ചേട്ടാ പാവം ചേട്ടാ, കൂട്ടുകുടുംബത്തിനെ പറ്റി പഠിക്കാൻ ചേട്ടാ. അയ്യോ, കൂട്ടുകുടുംബത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിട്ട് മക്കളെ നമ്മുടെ പ്രൈവസി ഒന്നാമത്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഇവിടെ ഉള്ള നാട്ടുകാർക്കൊക്കെ അറിയാം. പുറത്തുനിന്നുള്ള ആൾക്കാരും കൂടെ ഇവിടെ വന്നിട്ട് അതിപ്പോ അത് വേണ്ട മക്കളെ. നമ്മുടെ പ്രൈവസി ഒക്കെ പോകും. നീ ചുമ്മാരി. അങ്ങനൊന്നും അല്ല ചേട്ടാ, പ്രൈവസി ഒന്നും പോകത്തൊന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ എത്രയോ പേര് പഠിക്കുന്നു. ന്യൂക്ലിയർ കുടുംബത്തിനെ പറ്റിയും പഠിക്കാൻ ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അയ്യോ, കൂട്ടുകുടുംബത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിട്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ വീട്ടിൽ ചെന്നിട്ടാണോ പഠിക്കണത്? ആ ഇങ്ങനൊക്കെയാണ് ഇപ്പൊ പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിവ് പകർന്നു കൊടുക്കണ്ടേ? വേണ്ട. എന്തോ ചേട്ടാ വേണ്ടാന്ന് അതിന്റെ കാര്യമില്ല. നീ അവരെ വേറെ എവിടെയെങ്കിലും നമുക്ക്. എന്റെ വേറൊരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അവിടെ അല്ല ഒരു 10-24 പേരുണ്ട്. അവിടെ പോയി പഠിക്കാൻ പറ. അല്ല പക്ഷെ അവക്ക് ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ല അവക്ക് അവിടെ ആരെയും അറിയത്തില്ലല്ലോ ചേട്ടാ. ഞാൻ ഇങ്ങോട്ട് വന്നു പറഞ്ഞു പോയി. വേണ്ട ഞാൻ ചേട്ടാ കഷ്ടം ചേട്ടാ. നീ ചുമ്മാരി. ഒരു ചുമ്മായിരി ഇല്ല. ഞാൻ എന്തായാലും വരാൻ പറഞ്ഞു പോയി. പറയണ്ട. വരാൻ പറയാനെന്നോ? ആ ചേട്ടാ പറയാവേ. വരാൻ പറയണ്ടെന്ന്. വരണ്ട.